സ്വന്തമായ ഒരു വീട് എന്നത് പലരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഈ സ്വപ്നം സ്വന്തമാക്കാൻ പലരും നിർമ്മാണത്തിലിരിക്കുന്ന വീടോ ഫ്ളാറ്റോ വാങ്ങാൻ തീരുമാനിക്കാറുണ്ട്. പൂർത്തിയായ വീടിനേക്കാൾ ചിലപ്പോൾ വില കുറവായിരിക്കാം. ഇഷ്ടമുള്ള രീതിയിലുള്ള യൂണിറ്റ് തിരഞ്ഞെടുക്കാനും അവസരമുണ്ടാകും. പക്ഷേ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് വാങ്ങുമ്പോൾ വില മാത്രം നോക്കി തീരുമാനിച്ചാൽ പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതയിൽ പെടാൻ സാധ്യതയേറെയാണ്. പ്രത്യേകിച്ച് ഭവന വായ്പ എടുത്താണ് വീട് വാങ്ങുന്നത് എങ്കിൽ വസ്തുവിന്റെ രേഖകൾ, പദ്ധതിയുടെ അനുമതികൾ, നിർമ്മാണ പുരോഗതി, ബാങ്കിന്റെ വായ്പാ വ്യവസ്ഥകൾ, കൈമാറ്റ തീയതി തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പുതിയ പ്രൊജക്ട് വാങ്ങുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ നമ്പർ, പദ്ധതിയുടെ വിശദാംശങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ ഔദ്യോഗിക കെയർ പദ്ധതിയിൽ പരിശോധിക്കുന്നത് സുരക്ഷിതമാണ്. ഇതിനൊപ്പം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നൽകിയിട്ടുള്ള കെട്ടിട പെർമിറ്റും അംഗീകൃത പ്ലാനും പരിശോധിക്കണം. ബിൽഡർ പറയുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കാതെ രേഖകൾ നേരിട്ട് പരിശോധിക്കുന്നതാണ് നല്ലത്. വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്ന ഭൂമിക്ക് വ്യക്തമായ ഉടമസ്ഥാവകാശ രേഖകൾ ഉണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ, മുൻ ആധാരങ്ങൾ, ബാധ്യതാ രേഖകൾ തുടങ്ങിയവയും പരിശോധിക്കണം. പ്രത്യേകിച്ച് ഭൂമിയിൽ മുൻപെന്തെങ്കിലും ബാധ്യതയോ നിയമപ്രശ്നമോ കേസോ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി വില്ലേജ് ഓഫീസിലെയും സബ് രജിസ്ട്രാർ ഓഫീസിലെയും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നത് പ്രധാനമാണ്. നിർമ്മാണം നടക്കുന്ന സ്ഥലം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നും പരിശോധിക്കണം. ഒരു വലിയ നിർമ്മാണ പദ്ധതിക്ക് ഒരേ ഒരു അനുമതി മാത്രം മതിയാകണമെന്നില്ല. പദ്ധതിയുടെ സ്വഭാവവും സ്ഥലവും അനുസരിച്ച് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികളും ക്ലിയറൻസുകളും ആവശ്യമായി വരാം. ഉദാഹരണത്തിന്, ബാധകമായ സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പരിസ്ഥിതി അനുമതി, തീരദേശ നിയന്ത്രണ മേഖല സംബന്ധിച്ച അനുമതി തുടങ്ങിയവ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബിൽഡറോട് എല്ലാ ബാധകമായ അനുമതികളുടെയും പകർപ്പുകൾ ചോദിച്ചു പരിശോധിക്കുക. ഇനി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് ഭവന വായ്പ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് വായ്പയുടെ തുക ബിൽഡർക്ക് എങ്ങനെ നൽകുന്നു എന്നത്. വായ്പ അനുവദിച്ച ഉടൻ മുഴുവൻ തുകയും ബിൽഡർക്ക് നൽകുന്ന രീതിയേക്കാൾ നിർമ്മാണത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ച് ഘട്ടം ഘട്ടമായി പണം നൽകുന്ന നിർമ്മാണ പുരോഗതിയുമായി ബന്ധിച്ച വായ്പാ പദ്ധതി തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമായ സമീപനം. അതായത് അടിത്തറ പൂർത്തിയാകുമ്പോൾ ഒരു ഘട്ടം, അടുത്ത നിർമ്മാണ ഘട്ടം പൂർത്തിയാകുമ്പോൾ അടുത്ത ഘട്ടം എന്ന രീതിയിൽ ബാങ്കിൽ നിന്ന് തുക വിതരണം ചെയ്യുക. ഇത് നിർമ്മാണ പുരോഗതിയുമായി വായ്പാ വിതരണം ബന്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിച്ചേക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീ EMI എന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് വായ്പയുടെ മുഴുവൻ തുകയും വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ വിതരണം ചെയ്ത തുകയ്ക്ക് മാത്രം പലിശ അടയ്ക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉണ്ടാകാം. ഇതിനെ പ്രീ EMI എന്ന് വിളിക്കാറുണ്ട്. മറ്റൊരു സാഹചര്യത്തിൽ മുതലും പലിശയും ഉൾപ്പെടുന്ന പൂർണ്ണ EMI ബാധകമായേക്കാം. നിങ്ങളുടെ വായ്പാ കരാറിൽ ഏത് രീതിയാണ് ബാധകമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ബാങ്കിനോട് ചോദിച്ചുറപ്പിക്കാതെ ഒപ്പിടുകയും ചെയ്യരുത്. വായ്പയുടെ പലിശ നിരക്കും പരിശോധിക്കുക. വായ്പ സ്ഥിര പലിശ നിരക്കാണോ മാറുന്ന പലിശ നിരക്കാണോ എന്ന് കൂടി മനസ്സിലാക്കണം. മാറുന്ന പലിശ നിരക്കാണെങ്കിൽ അത് എങ്ങനെ മാറും, ഏത് മാനദണ്ഡവുമായി ബന്ധപ്പെട്ടാണ് നിരക്ക് നിശ്ചയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വായ്പാ കരാറിൽ പരിശോധിക്കണം. നിങ്ങളുടെ മാസത്തെ EMI എത്രയാകുമെന്നത് മാത്രമല്ല, പലിശ നിരക്ക് മാറിയാൽ ഭാവിയിൽ EMIയിലോ വായ്പാ കാലാവധിയിലോ ഉണ്ടാകുന്ന മാറ്റവും മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങുമ്പോൾ വിലക്കുറവ് മാത്രം നോക്കി തീരുമാനിക്കരുത്. രേഖകൾ ശരിയാണോ, പദ്ധതിക്ക് ആവശ്യമായ അനുമതികൾ ഉണ്ടോ, കെയർ രജിസ്ട്രേഷൻ ഉണ്ടോ, ബിൽഡറുടെ നിർമ്മാണ പുരോഗതി എങ്ങനെയാണ്, വായ്പയുടെ പണം എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്, പ്രീ EMI എത്രയാണ്, വീട് കൈമാറേണ്ട തീയതി ഏതാണ്, നിർമ്മാണം വൈകിയാൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് കരാറിൽ ഒപ്പിടേണ്ടത്. വീട് വാങ്ങുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.